ഭർത്താക്കന്മാർ എത്രയോ യുവതികളുടെ ജീവിതമാണ് തകർക്കുന്നത്. നല്ലൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കാണുന്നവർ ഭർത്തൃവീട്ടിൽ ഭീതിയോടെ കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഒടുവിൽ ഭർത്താവിന്റെ കൊലക്കത്തിക്കിരകളാകുന്നു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ യുവാവ് ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവം ലഹരിയുടെ ഭീകരതയാണ് തുറന്നുകാട്ടുന്നത്. ആക്രമണത്തിൽ ഭാര്യയുടെ മാതാപിതാക്കൾക്കും വെട്ടേറ്റു. കക്കാട് സ്വദേശിനി ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. സംഭവം ആസൂത്രിതമെന്ന് പോലീസ് പറയുന്നു. കൊല നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതി യാസിർ വീട്ടിലെത്തിയതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. ഞാൻ വരുമ്പോൾ അവള് ബ്ലഡ് ഒഴുകി അവിടെ കിടക്കുകയായിരുന്നു. അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനിങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവൻ്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പം ഈ കാർ ഞാൻ സൈക്കിള് കാറിൻ്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തി അഥവാ ഉപ്പ ഉണ്ടാക്കി ഒരു കല്ലെടുത്ത് കാറിൻ്റെ ഗ്ലാസുമൊക്കെ എറിയുകയും ചെയ്തു. പുള്ളി കൊല്ലപ്പെടുത്തിയ യാസർ കാറെടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ കാറെടുത്ത് വന്നിട്ട് അവരെ എടുത്ത് കുഞ്ഞിന്ന് പറഞ്ഞ ആളെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. സ്ഥിരമായി ലഹരിക്കടിമയാണ് പ്രതി യാസിറെങ്കിലും കൃത്യം നടന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നതില്ലെന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. ബന്ധം വേർപെടുത്തുന്നതിൽ യാസിറിന് പൂർണ്ണ താല്പര്യമില്ലായിരുന്നുവെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത മുൻ വാർഡ് മെമ്പർ വർഗീസ് വ്യക്തമാക്കി. എന്നാൽ യാസിറിൽ നിന്നും കടുത്ത പീഡനമാണ് ഷിബിലയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് പള്ളി കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരെ ബന്ധുവായിട്ടുള്ള ഒരു മജീദ്, ഒരു വാർത്താ രംഗത്തുള്ള ഒരു മജീദുണ്ട് പരപ്പുമ്പയിൽ. അവൻ ഇവന്റെ ബന്ധുവാണ്, ഇവരുടെ ബന്ധു. അവനോട് പോയി പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഇവരെ രണ്ടുപേരെ കൂട്ടരെയും വിളിച്ചിട്ട് താക്കീത് ചെയ്യുകയും ഒരു മാസം, ഈ നൊയമ്പ് മാസം എന്ന രൂപത്തിലാണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് പോവുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട എന്ന് ഇവന് താക്കീതും കൊടുത്തിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല. അത് വലിയ വികാരം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നോട് ഇവന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ വരാതെ നിന്നപ്പോൾ ഇവളുടെ തുണിയെടുത്ത് അവൻ കത്തിച്ചു ഷിബിലേൻ്റെ. എന്നിട്ട് അത് പോസ്റ്റ് ഇട്ടു. അത് ഞാനും കൊണ്ടുപോകും. അപ്പോൾ ഇവർക്കൊരു ഭയം വന്നു. ഈ ആധാർ കാർഡും SLC ബുക്കും ഒക്കെ ഉണ്ട്, അതും കത്തിക്കുമെന്നു. അന്നേരം ഇവർ എൻ്റെ അടുത്ത് വരുന്നത് അത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന്. കൊല്ലപ്പെട്ട ഷിബിലയുടെ പിതാവാണ് നിലവിലെ സംഭവവികാസങ്ങൾക്ക് കാരണമെന്നാണ് യാസിറിന്റെ കുടുംബത്തിന്റെ ആരോപണം. തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ വാശി പിടിക്കില്ല എന്നോളെ വാപ്പയമ്മയൊക്കെ പറഞ്ഞിക്ക്. 12 മണി വരെ രണ്ടാള് പറഞ്ഞിട്ടു, ഞങ്ങൾ പറഞ്ഞിട്ടു. കേൾക്കാണ്ടായപ്പോൾ പോയത് അവളെ കൂടെ ഇറങ്ങിയിട്ട്. അപ്പം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാന്നോളെ വാപ്പയമ്മയും പറഞ്ഞിട്ടാ പോയത്. അവിടെ തമ്പിച്ചേട്ടൻ ഉണ്ട്, മുനീർ എന്ന് പറഞ്ഞ ആളുണ്ട്. തിരിച്ചു വന്നില്ല, തിരിച്ചു വെട്ടിയില്ല. പിന്നെ 2-3 പോക്ക് വേഗം പോയപ്പോക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട്. വാപ്പ എങ്ങനാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട, കുറച്ചാടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റൂസുണ്ട് പറഞ്ഞ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതാ. പിന്നെ ഇതുവരെ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കലുണ്ടായിരുന്നു. ഞാൻ മോളെ വർത്താനം ചോദിച്ചു. അതേസമയം സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ യാസിറിന്റെ കുടുംബത്തിനും പങ്കുണ്ടെന്നാണ് ഷിബിലയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ വർഷം മാത്രം അനീഷ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്, പ്രത്യേകിച്ചും താമരശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് 4-ലധികം കൊലക്കേസുകളാണ്. ആ 4ഉം സംഭവിച്ചത് വീടുകളിലാണ്. ഈ വർഷം ആദ്യം, അതായത് 2025 തുടക്കത്തിൽ താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ യുവാവ് അമ്മയെ കൊലപ്പെടുത്തുന്നു. ആഷിഖ് എന്ന യുവാവ് അമ്മയെ കൊലപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ ആഷിഖിന്റെ സുഹൃത്തായിട്ടുള്ള യാസിർ ഭാര്യയെ കൊലപ്പെടുത്തുന്നു. ഈ ഓരോ സംഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ലഹരിയാണ് വില്ലനാകുന്നത്. പക്ഷെ അതിനപ്പുറം ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണമായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം ഈ അരുൺ കൊലയുടെ ഭാര്യ ഷിബിലയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അനീഷ്,
ടോമസ്, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് അപ്പുറമുള്ള കുടുംബ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഷിബിലിയുടെയും യാസിന്റെയും കാര്യത്തിലും നടന്നിട്ടില്ലെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ ഇടപെടുമ്പോൾ ഒരു വശത്ത് ഉണ്ടാകുന്ന ഒരു ക്രിമിനൽ വാസന അത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് നീങ്ങുന്നു എന്നതാണ് വസ്തുത. കാരണം താമരശ്ശേരി മേഖലയിൽ മാത്രം വയനാട് ചുരത്തിന് താഴം കോഴിക്കോട് നഗരത്തിനും ഒടുവിൽ ഈ ലഹരി മാഫിയകളുടെ വിളയാട്ടം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ വലിയ തോതിൽ ഉണ്ടാവുന്നു എന്നാണ് നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളും ഒക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ മുതൽ കൊടുവള്ളി മേഖലയൊക്കെ ഈ കുഴൽപ്പണത്തിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു. അവിടം തന്നെയാണ് ഇപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയകളുടെ ഒരു വിളനിലമായി മാറിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠി മർദ്ദിച്ചു കൊല്ലുന്നു, അമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന മകൻ, MDMA കഴിച്ച ശേഷം മരിക്കുന്ന യുവാവ്, സഹോദരനെ തലയ്ക്ക് വാൾ കൊണ്ട് വെട്ടിവീഴ്ത്തുന്ന യുവാവ് എന്നിങ്ങനെ ഈ മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രിമിനൽ കേസുകളുടെ എണ്ണം വളരെ വലുതാണ്. നമുക്കിപ്പോൾ കൊടുവള്ളിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമുണ്ട്. ഈ താമരശ്ശേരി മേഖലയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് നാളുകളായി വരുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് പോലും നടുക്കമുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? അതെ 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 ശരിക്കും 2 മാസം കൊണ്ട് 4 ഈ തരത്തിലുള്ള ക്രൂരമായ മരണങ്ങളാണ് ആ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് മകൻ ഉമ്മയെ കൊന്നു, MDMA വിഴുങ്ങി മരിച്ചു, ഷഹബാസിന്റെ മരണം, അതുപോലെ തന്നെ ഇപ്പം ഈ പെൺകുട്ടിയുടെ മരണം. ഇതിനിടയ്ക്ക് ഒരു സഹോദരന്റെ തലയ്ക്ക് വാളിന് വെട്ടിയ സംഭവം. അതെ 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 ഈ തരത്തിൽ 4-5 സംഭവങ്ങളാണ് 2 മാസത്തിനുള്ളിലായിട്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാതെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കാനോ പരിഹരിക്കാനോ നമ്മുടെ നിലവിലുള്ള പോലീസ് സംവിധാനത്തിന് കഴിയില്ല. ഈ പോലീസ് സംവിധാനത്തിന്റെ മാത്രം പ്രശ്നമാണോ ഈ ആളുകൾ ഈ പോലീസിംഗ് തടയുന്നതിലുപരി ഇതൊരു ജനകീയ പ്രശ്നമായി മാറുന്നില്ല? നമുക്കറിയാം, കൊടുവള്ളി മേഖലയൊക്കെ നേരത്തെ കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഇടങ്ങളാണ്. പക്ഷെ അതിപ്പോൾ ഈ മയക്കുമരുന്നിലേക്ക് മാറിയിരിക്കുന്നു. ഈ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും ആയിട്ട് ഇതും രണ്ട് വിഷയമാണ്. രണ്ട് വിഷയമാണ്. ഇത് നാടിനെ കാർന്ന് തിന്നുന്ന ക്യാൻസറാണ്. ഈ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ മാഫിയകൾ എന്ന് പറഞ്ഞാലും നമ്മുടെ നാടിനെ കവർന്ന് തിന്നുന്ന ക്യാൻസറാണ്. അപ്പൊ ഇതിനെ ഈ പോലീസ് സംവിധാനത്തോടൊപ്പം തന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുസമൂഹവും ഉണർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പുതുപ്പാടി പഞ്ചായത്തിൽ ആഷിഖിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി ഉണ്ടാക്കുകയും എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള ഒരു ജനകീയ സമിതി ജാഗ്രതാ സമിതി ഉണ്ടാക്കുകയും ആ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളും അതുപോലെ തന്നെ പോലീസ് സംവിധാനം കുറേയും കൂടിയും എക്സൈസും പോലീസ് സംവിധാനവും കുറേയും കൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ടോമോ, അങ്ങനെ പറയുമ്പോഴും ഈ ലഹരി മാഫിയയുടെ ഇടപെടൽ വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഈ പ്രതി ഈ നമ്മൾ കാണുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയാണ്. ഈ മോർച്ചറിക്കുള്ളിൽ അല്പസമയം മുമ്പ് താമരശ്ശേരി പോലീസ് പ്രതി യാസിറിനെ എത്തിച്ചിരുന്നു. ഈ ഫോറൻസിക് പരിശോധനകളുമായി ബന്ധപ്പെട്ടാണ് യാസിറിനെ എത്തിച്ചിരുന്നത്. അതിന് തൊട്ടുമുമ്പ് ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി യാസിറിന്റെ ഭാര്യ ആയിരുന്ന ഷിബിലയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും പള്ളിയിലേക്ക് കുളിപ്പിക്കാനായി കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം വീണ്ടും ഇവിടേക്ക് എത്തിച്ച ശേഷം പിന്നീട് താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാത്രി ഈ കൃത്യം നടത്തിയ ശേഷം ഈ പ്രതി ഒളിവിൽ പോയിരുന്നു. കുറച്ചു നേരത്തേക്ക് തെരഞ്ഞ ശേഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ ഷിബിലയുടെ മൃതദേഹം എത്തിച്ചു. പിതാവ് അബ്ദുറഹ്മാനെ വെട്ടേറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. ഇതേ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ മുൻവശത്ത് കാറിൽ ഈ യാസർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നാട്ടുകാർ ഈ പൊട്ടിയ ചില്ലുള്ള കാറ് കണ്ടെത്തി തിരിച്ചറിയുകയും പിന്നീട് പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയുമായിരുന്നു. ഈ ചില്ല് പൊട്ടിയതൊക്കെ ഈ വീട്ടിൽ സംഘർഷം നടന്നപ്പോൾ നേരത്തെ നമ്മളോട് വാർഡ് മെമ്പറുടെ വാക്കുകൾ കേട്ടു.
ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഈ SLC ബുക്കും ആധാർ കാർഡും കൈമാറാനായി ഇന്നലെ ഉച്ചയ്ക്ക് ഈ യാസിർ ഈ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് കാർഡുകൾ ഈ രേഖകൾ കൈമാറുന്നു. ഇതിനുശേഷം വൈകിട്ട് വീട്ടിലെത്തി സലാം പറഞ്ഞ് നമുക്ക് പിരിയാമെന്ന് പറയുന്നു. ഒരു മാസത്തിനുള്ളിൽ നോമ്പുകാലം കഴിയുമ്പോൾ മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ വിവാഹമോചനം എന്നതിലേക്ക് എത്താമൊക്കെ എന്നുള്ള ധാരണയിലേക്ക് എത്തുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് പിരിഞ്ഞയാൾ വൈകുന്നേരം വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് നോമ്പുതുറ കഴിഞ്ഞ് വീട്ടിനുള്ളിൽ നിൽക്കുന്ന ഈ ഷിബിലിയെ വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവരികയും കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയുമാണ്. ഇത് കണ്ട് ഈ ഷിബിലിയുടെ പിതാവ് തടയാനെത്തിയപ്പോഴാണ് അദ്ദേഹത്തിനും കുത്തേറ്റത്. എന്തായാലും കുത്തേറ്റെങ്കിലും ഈ പ്രതിക്ക് പിന്നാലെ ഈ അബ്ദുറഹ്മാൻ ഓടി ഒരു കല്ലെടുത്ത് വാഹനത്തിന്റെ ചില്ല് ഇടിച്ചു തകർത്തു. ആ ചില്ല് പൊട്ടിയതുകൊണ്ടാണ് പിന്നീട് ആളുകൾക്ക് ഈ വാഹനം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ കൊലപാതകം നടക്കുമ്പോൾ സമീപവാസിയായ നമ്മൾ നേരത്തെ കേട്ട നാസർ എന്ന ആൾ ഇവിടേക്ക് ഓടിയെത്തി. അദ്ദേഹം ഇത് തടയാനായി ചെന്നപ്പോൾ അദ്ദേഹത്തിന് നേരെയും കത്തി വീശിയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് ഒരു ചെറിയ സൈക്കിൾ എടുത്ത് പ്രതിരോധിച്ചാണ് അദ്ദേഹം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ആ സ്ഥലത്തു നിന്നും അപ്രത്യക്ഷനായ യാസിറിനെ രാത്രിയോടുകൂടി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ നിന്ന് പിടികൂടുകയും പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചു. വാഹനത്തിൽ ഫോറൻസിക് പരിശോധനകളും മറ്റുമൊക്കെ നടത്തി. അതിന് പിന്നാലെയാണ് പ്രതിയുമായി പോലീസ് ഇവിടേക്ക് വരികയും രീതിയിലുള്ളൊരു പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ യാസിർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വിവരം ഷിബിലയ്ക്ക് അറിയാമായിരുന്നു. വീട്ടുകാർ അത് എതിർത്തിരുന്നു. എന്നാൽ ഇതൊന്നും വീട്ടുകാരുടെ എതിർപ്പെല്ലാം അവഗണിച്ചുകൊണ്ടാണ് യാസിറുമായി ഷിബില വിവാഹം കഴിക്കുന്നത്. അങ്ങനെ 2020 വിവാഹിതരായ ശേഷം ഷിബിലയും യാസിറും ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അതായത് ലഹരിക്കടിമയായ യാസിറിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഷിബിലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഷിബില സ്വന്തം വീട്ടിലേക്ക് പോയെന്നാണോ കരുതേണ്ടത്? കാരണം അത്തരമുള്ള ചില പ്രതികരണങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ എവിടെയായിരിക്കാം ഇവരുടെ ഈ കുടുംബജീവിതത്തിൽ എന്തായിരിക്കാം പ്രശ്നമുണ്ടായത്? ഈ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള ആക്രമണമാണോ ഇരുവരും തമ്മിൽ വേർപിരിയാനുള്ള കാരണമായത്? പിന്നീട് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് അനീഷേ. ടോമ് കേവലം 25 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് ഈ യാസിർ. ഭാര്യയ്ക്കും ഏതാണ്ട് അതിനടുത്ത പ്രായം മാത്രമാണുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രണയിച്ചിരുന്നു. ഏതാണ്ട് ഒരു 17 വയസ്സ് അല്ലെങ്കിൽ +2 കാലമൊക്കെ മുതൽ തന്നെ വലിയ പ്രണയത്തിലായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം വീട്ടുകാർ ഈ വിവാഹത്തെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഈ യാസിറിന്റെ ഒരു പെരുമാറ്റ ദൂഷ്യം തന്നെ, അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകെട്ടുകളിലൊന്നും കുടുംബത്തിന് അത്ര താല്പര്യമില്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഈങ്ങപ്പുഴയിൽ തന്നെ ഇവരുടെ വീടിന്റെ അടുത്താണ് ഈ ഇരു കൂട്ടരും താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങളൊക്കെ ഈ കുടുംബത്തിന് അറിയാവുന്ന സാഹചര്യത്തിൽ ഈ വിവാഹത്തെ വലിയ തോതിൽ എതിർക്കുന്ന ഒരു നിലപാട് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുമുണ്ടായി. പക്ഷെ ആ എതിർപ്പ് അവഗണിച്ച് ഷിബില ഈ യാസറിനൊപ്പം ഇറങ്ങിപ്പോവുകയും അവർ രജിസ്റ്റർ മാരേജ് കഴിക്കുകയുമായിരുന്നു. അതിന് ഈ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ, യാസറിന്റെ കുടുംബത്തിന്റെ പിന്തുണ പൂർണ്ണമായി ഉണ്ടായിരുന്നു. കോടതിയിലൊക്കെ പോയാണ് പിന്നീട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും യാസറിന് ഷിബിലിയെ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ ആ കുടുംബജീവിതം അവർ ആരംഭിച്ചു. പക്ഷേ കുടുംബജീവിതം ആരംഭിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തലപൊക്കിയായിരുന്നു. പ്രത്യേകിച്ചും ഈ യാസിറിന്റെ ലഹരി ഉപയോഗമാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വിഘാതമായി മാറിയത്. പ്രത്യേകിച്ചും ഈ സ്വർണം പണയം വെക്കുക, ഒപ്പം മറ്റു ആളുകളിൽ നിന്നും കടം വാങ്ങുക എന്നിങ്ങനെയൊക്കെ പണം ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവമാണ് യാസിർ പ്രകടമാക്കിയത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പ്രസവത്തിനൊക്കെ ശേഷമാണ് കുടുംബം അവരുമായിട്ട് അടുക്കുന്നത്, അല്ലെ? ഈ വിവാഹം ഒരു രജിസ്റ്റർഡ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ഈ കുടുംബത്തിന് പൂർണ്ണമായും താല്പര്യം ഉണ്ടായിരുന്നില്ല ഷിബിലയുടെ, അല്ലെ? ഷിബിലിന്റെ വീട്ടുകാരെ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവന്റെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പം അടുത്ത കാലം 4 വർഷം വരെ ആയിട്ട് അവിടെ തന്നെ താമസം. പക്ഷേ എങ്കിൽ ഒരു മാസത്തിനടുത്തോളമായിട്ടാണ്, അതായത് കൃത്യമായിട്ട് പറയുകയാണ്, ആഷിഖ് ഉമ്മയെ പറ്റിയ കൊലപാതകത്തിന് ശേഷമാണ് ഈ ഒരു ഫോട്ടോ ഇവന്റെ ഫോണിൽ കാണുകയും പക്ഷെ കുട്ടി വയലന്റായി. കുട്ടി അങ്ങനെ ഇവനെ പിടിച്ച് തല്ലുകയും ചെയ്തു. അതിന്റെ ശേഷമാണ് കൃത്യമായിട്ട് ഈ വിഷയം പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനുശേഷം ഈ കുട്ടി വീട്ടിൽ പോയി. അപ്പൊ അതുവരെ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിലും വലിയ രൂക്ഷമായ പ്രശ്നം അതിലേക്കൊന്നും ഇതൊരു അങ്ങനെ വലിയ രൂക്ഷ വിഷയം, ഒരു നല്ലൊരു രീതിയിലാണ് കഴിഞ്ഞു പോകുന്നത്. പക്ഷെ ഇതൊരു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെ മാരകമായിട്ട് ഈ ലഹരി എന്ന സിന്തറ്റിക് ലഹരിന്റെ ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ആഷിഖിനെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നു
യെസ് അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവന്റെ ഇതിൽ തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഈ സിന്തറ്റിക് ലഹരിന്റെ അടിമയെന്നാണ് ഇത് പറഞ്ഞ ഒരു തർക്കം ഉണ്ടായിരുന്നു. യെസ് തർക്കമുണ്ടായിരുന്നു. അത് ഭാര്യയുടെ തർക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ മഹല്ല് കമ്മിറ്റിയൊക്കെ ഇടപെട്ട് ഈ വിഷയം തീർക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നടന്നില്ല. ഈ യാസർ നേരത്തെയും ഇത്തരം ചില ദുശീലങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ടാണോ ഈ ഷിബിലയുടെ കുടുംബം ഈ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനൊക്കെ എതിർത്തത്? അങ്ങനെ അത് എതിർപ്പൊന്നല്ല. അത് ഇതൊരു ഭാഷന്റെ ഒരു പുറത്തുണ്ടാവില്ല. രണ്ട് ഫാമിലി പെട്ടെന്ന് ഇവര് ഈ കുട്ടിയുടെ കല്യാണം ഫിക്സ് ചെയ്തു. ആ ഡേറ്റ് നെല്ലാങ്കടി എന്നൊരു സ്ഥലത്തേക്ക് ഉറപ്പിച്ചു. അതിനുശേഷം കുട്ടി ഇവന്റെ കൂടെ ഒളിച്ചോടി പോരുകയാണ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ഇഷ്യൂ കൊണ്ടാണ് ഇവർ മാറിക്കുന്നതാക്കുകയും ചെയ്തത്. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് നമ്മളൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഇവന് സാധാരണ ഇതിലൊരു ഗോൾബാറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പണിക്ക് പോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾ തന്നെയായിരുന്നു. ഈ ലഹരിയുടെ ഒരു വരവോടുകൂടിയാണ് ജീവിതത്തില് വലിയ പ്രശ്നമായിട്ട്. തീർച്ചയായും ഈ താമരശ്ശേരിയിൽ ഈ അടുത്ത കാലത്താണ് തോന്നുന്നു ഇത്രയധികം വലിയ താമരശ്ശേരി പൊതുവെ ചുരം നമുക്കൊരു പ്രശ്നമാണ്. ഇനി വൈകുന്നേരം ആകുമ്പോഴും രാത്രി ആകുമ്പോഴും ആണ് ചെക്കന്മാർ അധികം ഇറങ്ങുന്നതും അലമ്പ് കൂടുതലുള്ളതും. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. കടകൾ 10-12 മണിയാകുമ്പോൾ പൂട്ടുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരു കുറവ് തോന്നിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാണ് കൂടുതൽ. ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്വൈര്യജീവിതം തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായിട്ടും അതായത് ഇത് ബാംഗ്ലൂരാണ് മെയിനായിട്ട് വന്ന് അതിന് ഇത് ചെയ്യാനുള്ളൊരു ഇത് അടിവാരത്തിന്റെ ഇതിന്റെയൊക്കെ ഇടയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് മെയിൻ കാര്യം. അവർക്ക് പേടി, ഇവരോടൊന്നും എതിർക്കാനും പറ്റില്ല. ചെറുപ്പക്കാരോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഒരുപാട് ലോകം കണ്ട അല്ലെങ്കിൽ ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെയാണ്. പക്ഷെ അവർക്കൊന്നും ഈ പുതുതലമുറയെ ചെറുത്തു നിൽക്കാൻ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അവരുടെ വീടിന്റെ പരിസരത്തോ റോഡിലും ഇടവഴികളും ഒക്കെ ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗവുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ പ്രതികരിക്കാൻ പോയാൽ അവരുടെ പ്രതികരണം ഏത് രീതിയിലാവുമെന്ന് പോലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അടിവാരം മേഖല, പ്രത്യേകിച്ചും താമരശ്ശേരിക്കും അടിവാരത്തിനും ഇടയിലുള്ള മേഖല, ഈ ടൂറിസ്റ്റ് ആളുകളൊക്കെ വയനാട്ടിലേക്ക് പോകുന്നവരൊക്കെ ഒരുപാട് വരുന്ന ഇടമാണ്. ഈ ചുരത്തിലൊക്കെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ചും MS അനീഷ് കുമാർ ഇപ്പോൾ നിൽക്കുന്ന താമരശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശം ഈ വർഷം മാത്രം 4 കൊലപാതകങ്ങൾ 4ഉം സ്വന്തം വീടുകളിൽ സംഭവിക്കുന്നു. അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഈ താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ യാസർ. അതിന്റെ ഒരു ഭീകരതയെക്കുറിച്ച് നാട്ടുകാർ വിശദീകരിക്കുകയാണ്. ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് യാസറും ഈ പെൺകുട്ടിയും. പിന്നീട് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഇരുവരും വിവാഹം കഴിക്കുന്നു. അതിനുശേഷം സ്വന്തം ഈ ഭർത്താവിനൊപ്പം താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. അതേ തുടർന്ന് ഈ യുവതി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിലായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി ക്രൂരമായ കൊലപാതകം അരങ്ങേറിയതും.